ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മരിക്കുമ്പോഴും എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടാ പോയത്. സ്നേഹിച്ചു പോയി. അതൊരു തെറ്റായിപ്പോയി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സ്നേഹം എപ്പോഴാ തെറ്റാവുന്നത്? കേസ് അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് ഞങ്ങളെ അപമാനിക്കില്ലെന്ന് ആര് കണ്ടു? എന്തായാലും നേരിടാതെ വഴിയില്ല. മമത, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുറങ്ങാം. മമത, ഞാൻ കുറച്ച് ഉറങ്ങട്ടെ. എന്റെ പൊന്നു മമത, കിടന്ന് ഉറങ്ങ്. നിനക്ക് ഈ ഉറക്കത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഭയങ്കര ടയർഡാണ്. ഓഫീസിലെ ജോലി കഴിയുമ്പോൾ ക്ഷീണിച്ചു പോവും. കിടന്ന് ഉറങ്ങാൻ നോക്ക് നീ. നമുക്ക് നാളെ നോക്കാം പ്ലീസ്. ഞാൻ പറയുന്നൊക്കെ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. അത് പറ്റില്ല. ഞാൻ പറയുന്നേക്ക്. ഏയ് പറയുന്നേക്ക്. മതി, ഇന്ന് വേണ്ട മമത പ്ലീസ്. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. നീ ഉറങ്ങിക്കോ. ഇതാരാ ഇപ്പൊ ഈ സമയത്ത്? ആഹാ, വിനയ് വാ കയറുക. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഇരിക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം സാർ. പിന്നെ ഞാൻ എല്ലാ ഫയലും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെക്ക് ചെയ്തല്ലേ? അതെ സർ. റൈറ്റ്. മമത, ചായ കൊണ്ടുവന്നേ. ഇന്റീരിയർ നന്നായിട്ടുണ്ട്. വിനയ്, വിനയ്, നീ ഇതെപ്പോ വന്നു? മാഡം നമസ്കാരം. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ചായ കുടിക്ക്. സാർ എടുത്തട്ടെ. നീ കുടിക്ക്. പിന്നെ സാറേ,
എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണമായിരുന്നു. അത്യാവശ്യമായിട്ട് വീട് വരെ പോകണമായിരുന്നു. അതുകൊണ്ടാ. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ അമ്മയ്ക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. മമത, എന്തോ വരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? എന്റെ ബാഗ് ഒന്ന് കൊണ്ടുവന്നേ. ആ, ഇപ്പൊ കൊണ്ടുവരാം. ഇതാ ബാഗ്. സാർ, എന്തിനാ ഇതൊക്കെ? അത് വെച്ചോ, അമ്മയുടെ ചികിത്സയ്ക്ക് ആവശ്യം വരും. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഇതിനൊക്കെ താങ്ക് യു പറയുന്നതിനാ. വി ആർ ലൈക്ക് ഫാമിലി. കം ഓൺ. എന്തെങ്കിലും ആവശ്യമുണ്ടേ ചോദിക്കാൻ മടിക്കണ്ട. ഓക്കെ? ശരി മാഡം. ശരി സാർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മാഡം. നോക്കി പോകണേ. ശരി സാർ. മമത, സുമിത് അവിടെ അവനിതുവരെ എഴുന്നേറ്റില്ലേ? ഉറങ്ങട്ടെ എന്നേ, ഇന്ന് സൺഡേ അല്ലേ. ഇവൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. നീ സ്നേഹം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് കാണേണ്ട കാര്യമാണോ? അത് നമ്മൾ അനുഭവിക്കേണ്ട കാര്യമല്ലേ? എന്നാലെന്നാ നിനക്ക് ഞാൻ സ്നേഹം കാണിച്ചും തരാം, അത് അനുഭവിക്കുകയും ചെയ്യാം. ആണോ? എങ്കിലൊന്ന് കാണിക്ക്. റോഹൻ പ്ലീസ്, റോഹൻ പ്ലീസ്. വെറുതെ കിടന്ന് ഉറങ്ങാതെ നടന്നത് എന്താണെന്ന് വെച്ചാൽ പറ. എടാ, ഇതിപ്പോ എന്ത് പറയാനാ, എനിക്കിപ്പോ നല്ല ബോഡി പെയിൻ ഉണ്ടടാ. ഞാൻ ക്ഷീണിച്ചളിയാ. ഓഹോ, അപ്പൊ നീ ആ ലൈൻ അങ്ങ് ക്രോസ് ചെയ്തു അല്ലേ? ആ, പിന്നെ അല്ലാതെ. അത് പിന്നെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടളിയാ. നിന്നോട് ഞാനിപ്പോൾ എന്താ പറയണ്ടേ? ഇന്നലെ ഞാൻ ശരിക്കും സ്വർഗം കണ്ടു. പക്ഷെ ഇതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാ? നിനക്കാണെങ്കിൽ പെൺപിള്ളേരൊന്നും ഇഷ്ടമില്ലല്ലോ. എൻ്റെ അളിയ, എനിക്ക് ഈ പെൺപിള്ളേരോട് ഇൻട്രസ്റ്റ് വരാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. എടാ, നിനക്ക് ആരോടാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അവരോട് പ്രപ്പോസ് ചെയ്യേ. എനിക്കുണ്ടല്ലോ, എൻ്റെ ഏട്ടത്തിയെ വലിയ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പേടിയാടാ, എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ അലമ്പായാൽ കഷ്ടമല്ലേ. പിന്നെ അവർ നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങില്ലേ. എടാ, ഇതങ്ങനെയൊന്നും അല്ല. നിനക്കിപ്പോൾ ആരോടാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അവരങ്ങ് പ്രപ്പോസ് ചെയ്യേ. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ് മോനെ. ശരി അളിയ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.
ആ നോക്ക്. സുമിത്തെ, എടാ സുമിത്തെ, ആ ഏട്ടത്തി. നീ ഇത് ആരെ സ്വപ്നം കണ്ടോണ്ടിരിക്ക? നിനക്കാരെങ്കിലും കിട്ടിയോ? ഏട്ടത്തി, സത്യം പറഞ്ഞ എനിക്ക് ഈ പെൺകുട്ടികളെ ഇഷ്ടമല്ല. അയ്യേ, അപ്പൊ പിന്നെ നിനക്ക് എന്താ ഇഷ്ടം? ആൺകുട്ടികളെ പെൺകുട്ടികളെയല്ലേ ഇഷ്ടപ്പെടേണ്ടത്? നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആരെയാ ഇഷ്ടം? എനിക്ക് ഏട്ടത്തിയാ ഇഷ്ടം. എടാ മോനെ, ഞാൻ നിന്റെ ഏട്ടത്തിയാ, അപ്പൊ പിന്നെ ഇഷ്ടമായിരിക്കുമല്ലോ. പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ഗേൾഫ്രണ്ട് എന്തായാലും വേണ്ടേ? ഏട്ടത്തിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല. ഞാൻ ഏട്ടത്തി കണ്ടാണ് വളർന്നത്. എനിക്ക് ആഗ്രഹമുള്ളത് ഏട്ടത്തിയോട് തന്നെയാ. എന്താന്ന്? അതെ ഏട്ടത്തി, ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്ക് ഏട്ടത്തിയെ ഒരുപാട് ഇഷ്ടമാണ്. ഏട്ടത്തി നോ എന്ന് പറയരുത്, എൻ്റെ സ്നേഹം സ്വീകരിക്കണം പ്ലീസ്. ഈ വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ. നിന്റെ ചേട്ടനാണെന്നാ തോന്നുന്നത്. എങ്കിൽ ഞാൻ പോവാ. ഒന്നാമത്തെ മനുഷ്യരെ പണിയെടുപ്പിച്ച് കൊല്ലുക, 100 രൂപ കമ്പനി എന്ന് പറയുക. നാളെ തന്നെ ഡൽഹിയിലോട്ട് പോകണമെന്ന്. എത്ര ദിവസത്തേക്ക്? ഒരാഴ്ചത്തേക്ക്. നീ ഒരു കാര്യം ചെയ്യോ, എനിക്കൊരു നല്ല ചായ ഇട്ടതാ. ആ, ഇപ്പൊ ഇട്ടോണ്ട് വരാം. ഓക്കെ മമത, ഞാൻ പോയിട്ട് വരാം. നീ സേഫായിട്ടിരിക്കേ. നിന്റെ പുന്നാരനിയനെ നോക്കിക്കോണം. ഓക്കെ? ഏട്ടത്തേക്ക് എന്നെ കിട്ടിയ പോരായിരുന്നു, എനിക്ക് എന്ത് രസമായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഏട്ടത്തി ശരിക്കും നല്ല ഹോട്ടാ. ഏട്ടനെന്ത് ഭാഗ്യവാനാ. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ, അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാ. എന്തു പറ്റി? സഞ്ജയ്, എന്തു പറ്റി? സോറി മമത, എൻ്റെ കഴിഞ്ഞു. കഴിഞ്ഞു എന്ന് വെച്ചാ?
അത് ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഇവിടുത്തെ നല്ലൊരു ബെസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്താ ഞാൻ ചികിത്സ എടുക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഇങ്ങനെയൊരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്. പ്ലീസ് എന്നോട് ക്ഷമിച്ചേക്ക്. ഏട്ടത്തി എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ഏട്ടത്തി എന്താ പറ്റിയത്? എന്തിനാ കരയുന്നേ? ഞാൻ വല്ല തെറ്റായിട്ടും പറഞ്ഞോ? പിന്നെന്താ? സുമിത്, ഹ? നിന്റെ ചേട്ടനൊരു അസുഖമുണ്ട്. അസുഖം? അങ്ങേർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. കല്യാണത്തിന് ശേഷം ഇതുവരെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ ജീവിക്കാൻ ഞാൻ. ഏട്ടത്തി ഇപ്പൊ ഞാനില്ലേ ഏട്ടത്തിയുടെ എല്ലാ ആഗ്രഹവും നിറവേറ്റാൻ വേണ്ടി. ഏട്ടത്തി കരയാതിരിക്കൂ. എന്റെ ഏട്ടത്തി കരയരുത്. മമതയുടെ ഫോൺ ഞാൻ ഹാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു. വളരെ ശരിയാണ്. നമ്മുടെ ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊരു വൃത്തികെട്ട ലോകമാണിത്. ആരെയൊക്കെ വിശ്വസിച്ചാലും അവർ നമ്മളെ ചതിക്കും. ചേട്ടനാണെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ചേട്ടാ എവിടെയാ പിഴച്ചോള്? ഇവിടെ എന്താ നടക്കുന്നേ? ഇവിടെ എന്താ നടക്കുന്നതെന്നോ? എനിക്കിതിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നീ ഈ വീടൊരു ചന്തയാക്കി മാറ്റിയല്ലോടി. ഇത് കാണാ, നീയും വിനയുമായിട്ടുള്ള ചാറ്റ്. നീ ചെയ്തതും പറഞ്ഞതും എല്ലാം ഇതിനകത്തുണ്ട്. നോക്കണേ. ഹലോ, ഇത് ഞാൻ ക്ഷമിച്ചു കളഞ്ഞാനെ. ഈ ഞാൻ കരുതിയത് ഇതെല്ലാം എന്റെ തെറ്റാണെന്നാ, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുന്നതെന്നാ. പക്ഷേ നീയുണ്ടല്ലോ, എന്റെ സ്വന്തം അനിയനായിട്ട് പോലും നിനക്കെങ്ങനെ മനസ്സ് വന്നടി അതിന്? നാണാവില്ലേടി നിനക്ക്? നോക്കടി, നോക്ക്. നീ ഇത്രയ്ക്കും വൃത്തികെട്ടവളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടേ. ചേട്ടാ ചേട്ടാ വേണ്ട ചേട്ടാ. ഇനി ഈ വീട്ടില് ഒന്നെങ്കിൽ നീ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാനുണ്ടാവും. ചേട്ടാ ചേട്ടാ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാ. മിണ്ടരുത്. ചേട്ടാ ചേട്ടത്തിയുടെ തെറ്റൊന്നുമില്ല, എല്ലാം എന്റെ തെറ്റാ. ഇനി ഈ വീട്ടില് നമ്മളിൽ ഒരാളുണ്ടായാൽ മാത്രം മതി. ചേട്ടാ ചേട്ടാ ഞങ്ങളോട് ക്ഷമിക്കണം ചേട്ടാ. എനിക്കറിയാടേ, നിനക്ക് ഇവരില്ലാതെ ജീവിക്കാനും പറ്റില്ല, ഇവന് നീ ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. അപ്പൊ എന്റെ കാര്യോ? ഞാൻ എപ്പോഴും ഒറ്റയ്ക്കല്ലേ? നന്നായിടേ, നിങ്ങൾ രണ്ടുപേരും നന്നായി വാ, നന്നായി വാ. എടാ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ജീവിക്കാൻ വിടുവാ. ചേട്ടാ വേണ്ട ചേട്ടാ ചേട്ടാ വേണ്ട ചേട്ടാ ചേട്ടാ ചേട്ടാ
ചേട്ടാ ചേട്ടാ ചേട്ടത്തി ചേട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേട്ടത്തി ഒരു തെറ്റും ചെയ്തില്ല. ഞാനില്ലേ കൂടെ. നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കാം ചേട്ടത്തി.